യഥാർത്ഥത്തിൽ പോലീസിന്റെ ദുരുപയോഗമല്ലേ കാണുന്നത്. രണ്ടാമത്തെ പരാതിയിൽ ബഹുമാനപ്പെട്ട കോടതി സംശയം പ്രകടിപ്പിച്ചു. ആദ്യത്തെ പരാതിയിൽ പീഡന പരാതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. ആ രണ്ട് പരാതികളും കൂടെ ഒരുമിച്ച് മെർജ് ചെയ്ത്, അല്ലെങ്കിൽ ആ രണ്ട് പരാതികളിൽ പറയുന്ന കാര്യങ്ങൾ ഒരുമിച്ച് മെർജ് ചെയ്ത് സാമ്പത്തിക ചൂഷണം കൂടിയിട്ട് പുതിയൊരു പരാതി വരും. അങ്ങനെ പോലീസിനെ ദുരുപയോഗം ചെയ്യാനാണെങ്കിൽ എന്ത് ഈസിയായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാർക്ക് ദുരുപയോഗം ചെയ്യാം. ഇതല്ലേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കുന്നത്. എനിക്ക് സംശയമുണ്ട് ഇനി ഇലക്ഷന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വ്യാജ പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ വരുമോ. കാര്യം ഇത്തരം ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ചാൽ മാത്രം പോരെ. ഇപ്പൊ ഞാൻ ചില മാധ്യമങ്ങളിൽ കണ്ടു ശക്തമായ തെളിവുകൾ കൊടുത്തു എന്നൊക്കെ. എന്താ ശക്തമായ തെളിവുകൾ നമുക്കറിയില്ല. പോലീസ് യഥാർത്ഥത്തിൽ കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ആരെയും ചെയ്തുകൂടെ. ഇവിടെയാണ് മാധ്യമങ്ങൾ, നിങ്ങളിൽ ചിലരും രാഹുൽ മാങ്കൂട്ടത്തിനോട് എതിരെ നിൽക്കുന്നവരായിരിക്കാം, അനുകൂലം നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ പോലീസിന്റെ ദുരുപയോഗം അങ്ങനെ തുടർന്നാൽ പിന്നീട് അവസാനമുണ്ടോ? ഇതിന്റെ മറ്റൊരു റിഫ്ലക്ഷൻ അല്ലേ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ സിദ്ദിഖ് കാപ്പനെ 1.5 വർഷം ജയിലിടുന്ന കാണുന്നത്, അല്ലെങ്കിൽ വിചാരണ തടവുകാരായി വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്ന കാണുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് ആദ്യഘട്ടത്തിൽ, ട്രയൽ ഘട്ടത്തിലല്ല, ആദ്യഘട്ടത്തിൽ എന്ത് ആരോപണവും എന്ത് കള്ളവും പറഞ്ഞ് ആർക്കെതിരെയും കാര്യം ഉന്നയിക്കാം. ഇന്നലെ കണ്ടില്ലേ, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ദേവന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യും. ആചാരകാര്യങ്ങൾ തെറ്റിന് അറസ്റ്റ് ചെയ്തു. എന്നെ നാളെ, അതായത് നാളെ എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു പോകും. സൈബർ അധിക്ഷേപം നടത്തി. അങ്ങനെ വളരെ വിശാലമായ ഒരു വാക്കിൽ എന്തും പറയും. എന്നിട്ട് 3-4 ദിവസം ജയിലിൽ കിടത്തും, അല്ലെങ്കിൽ എന്നെ 16 ദിവസം ജയിലിൽ കിടത്തി ഇലക്ഷൻ ആയിരുന്നുകൊണ്ട്. ഇത് രാഷ്ട്രീയപരമായി മിസ്യൂസ് ചെയ്യരുത്. CPM കാരോടുള്ള അഭ്യർത്ഥനയാണ്. എല്ലാ കാലത്ത് CPM അല്ലല്ലോ ഭരണത്തിൽ ഇരിക്കാൻ പോകണം. നാളെ CPM വരും, കോൺഗ്രസ് വരും, BJP വരും, ആപ്പ് വരും, വേറെ ഏതെങ്കിലും പാർട്ടി വരും. അപ്പൊ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ പോലീസ് സംവിധാനത്തെ മിസ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ എന്തുകൊണ്ടാണ് മറ്റുദാഹരണങ്ങൾ, നമ്മുടെ കന്യാസ്ത്രീമാരെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. ആ കന്യാസ്ത്രീമാർ കൂടുതൽ ദിവസം കിടന്നു. എന്നാൽ ക്രിസ്മസ് ആക്രമിച്ചവർ അതിനെക്കാട്ടി കുറച്ച് ദിവസം മാത്രം കിടന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി. അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ആരോപിച്ച് സിദ്ദിഖ് കാപ്പനെ 1.5 വർഷം ജയിലിലിട്ടു. അങ്ങനെ എത്രയോ നമ്മുടെ നാട്ടിൽ